വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canonന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ Canon PIXMA G3000 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. Canonന്റെ PIXMA G3000 എന്ന പ്രിന്ററിന് സ്കാനർ ഡ്രൈവർ എന്ന പ്രത്യേക ഡ്രൈവർ വരുന്നില്ല. നിങ്ങൾ പ്രിന്ററിന്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടെ തന്നെ സ്കാനർ ഡ്രൈവറും അതിൻ്റെ സ്കാനർ ടൂളും ഇൻസ്റ്റാൾ ആവുന്നതാണ്. അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ റിപ്പീറ്റ് ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ അതിനാദ്യം നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ Canon സപ്പോർട്ട് ഇന്ത്യ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുറേ വെബ്സൈറ്റുകൾ കാണിക്കും. അതിൽ ഫസ്റ്റത്തെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പണായി വരുന്നതാണ്. വെബ്സൈറ്റ് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, ഈ സെർച്ച് ബൈ മോഡൽ നെയിം എന്നുള്ള അവിടെ ജസ്റ്റ് G3000 എന്ന് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി താഴെ പേര് കാണിക്കും പ്രിൻ്ററിൻ്റെ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പേജ് ഒന്ന് റീലോഡായിട്ട് നമുക്കിവിടെ പ്രിൻ്ററിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉള്ള ഇത് ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ നേരെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതായിരിക്കും നമ്മുടെ വിൻഡോസ് വെർഷൻ വരുന്നത്. അപ്പോൾ കണ്ടില്ല, ഇവിടെ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നതായിരിക്കും നിങ്ങളെ വെർഷൻ വരിക, OSൻ്റെ വെർഷൻ വരിക. അപ്പോൾ അത് സെലക്ട് ചെയ്തുകൊണ്ട് ഈ സെർച്ച് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ പേജ് ഒന്ന് റീലോഡ് ആവുന്നതാണ്. റീലോഡായി വന്ന താഴെ കുറേ ലിസ്റ്റുകൾ കാണിക്കുന്നുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ഈ 36 MB സൈസ് വരുന്ന ഈ ഫയലാണ് നമുക്ക് ആവശ്യമുള്ളത്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് വരും. അവിടെ ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫയലിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ USB കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവസാന ഭാഗത്തുനിന്ന് സമയത്ത് കേബിൾ കണക്ട് ചെയ്യാൻ പറയും. ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ഇവിടെ ഈ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഏതാ റെസിഡൻസ് ഏരിയ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഈ കണക്ഷൻ മെത്തേഡ് ചോദിക്കും. ഈ പ്രിൻ്റർ വൈഫൈ പ്രിൻ്ററാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പക്ഷേ USB കണക്ഷൻ വഴിയുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ USB കണക്ഷൻ വഴി ആ USB കണക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ചോദിക്കും USB കേബിൾ കണക്ട് ചെയ്യാൻ. ഈ സമയത്ത് മാത്രമേ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ കണക്ട് ചെയ്യാൻ കേബിൾ വഴി കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് Canonന്റെ IJ സ്കാൻ യൂട്ടിലിറ്റി എന്ന ആപ്ലിക്കേഷന്. അപ്പോൾ നമ്മൾ Canon യൂട്ടിലിറ്റീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും IJ സ്കാൻ യൂട്ടിലിറ്റി എന്നുള്ളത്. ഇതാണ് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നതാണ്. ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ഈ എങ്ങനെ സ്കാൻ ചെയ്യാം, ഈ ആപ്ലിക്കേഷനെ കുറിച്ച് ഡീപ്പായിട്ടുള്ള വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ കയറി കഴിഞ്ഞാൽ അത് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. താഴെ സ്കാനിങ്ങിൻ്റെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ സാമ്പിളിന് വേണ്ടി ഈ താഴെ കാണുന്ന ഡോക്യുമെൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഡോക്യുമെൻ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. സ്കാൻ എക്സിറ്റ് എന്ന രണ്ട് ഓപ്ഷൻ ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് വീണ്ടും സ്കാൻ ചെയ്യുന്ന
ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അല്ല ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് സേവ് ആവുന്നതാണ്. ജസ്റ്റ് ഞാൻ എക്സിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് എന്ന ഫോൾഡറിൽ അത് സേവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. യെസ്, ഈ ഡോക്യുമെൻ്റാണ് ഞാൻ സ്കാനറിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് സ്കാൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.